നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എനിക്ക് ഇറച്ചിയും വേണ്ട പത്തിരിയും വേണ്ട എന്നുള്ളത് നമ്മുടെ ഇവിടെയൊക്കെയുള്ളൊരു പ്രയോഗമാണ്. അതായത് ഒരാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നൊരു ശൈലിയാണ്. ഇപ്പം എനിക്ക് ഇറച്ചിയും വേണ്ട പത്തിരിയും വേണ്ട, ഇവിടുത്തെ ഒരു ശൈലി പറഞ്ഞ ഈ ഇറച്ചിയും വേണ്ട പത്തിരിയും വേണ്ട എന്ന് പറഞ്ഞാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് ഹോസെ മൊറീഞ്ഞോക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാന്റിയാഗോ ബെർണാബുവിൽ. പക്ഷേ കളി കാണാൻ അദ്ദേഹം ആ ഒരു ബൂത്തിലേക്ക് എത്തിയില്ല. മറിച്ച് അദ്ദേഹം പാർക്കിംഗ് ലോട്ടിൽ ബസ്സിലിരുന്നാണ് കളി കണ്ടത് എന്ന റിപ്പോർട്ട് വരുന്നു. ഇത് സ്പാനിഷ് മാധ്യമം AS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബെൻഫിക്ക റയൽ മാഡ്രിഡിനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു VIP ബൂത്ത് ഹോസെ മൊറീഞ്ഞോക്ക് വേണ്ടി ഒരുക്കാൻ. അതായത് ഹോസെ മൊറീഞ്ഞോക്ക് റെഡ് കാർഡാണ്, അപ്പോൾ ഡെഗൗട്ടിൽ ഇരുന്ന് കളി നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു VIP ബൂത്തിൽ ഇരുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. അപ്പോൾ റയൽ മാഡ്രിഡ് അതെല്ലാം ചെയ്തു. ആവശ്യപ്പെട്ട പോലെ VIP ബൂത്ത് ഒരുക്കി എന്ന് മാത്രമല്ല ഒരു നൈസ് ബഫേ കൂടി അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ബട്ട് ഹോസെ മൊറീഞ്ഞോ വാച്ച്ഡ് ദി ഗെയിം ഫ്രം ബെൻഫിക്കാസ് ബസ് അറ്റ് ദി പാർക്കിംഗ് ലോട്ട്. പക്ഷേ പാർക്കിംഗ് ലോട്ടിൽ ബെൻഫിക്കയുടെ ബസ്സിലിരുന്നിട്ടാണ് അദ്ദേഹം കളി കണ്ടത് എന്നാണ് ESPN റിപ്പോർട്ട് ചെയ്യുന്നത്. ബെൻഫിക്ക wanted Real Madrid to prepare a specific VIP booth for Jose Mourinho at the Bernabeu last night. Real Madrid did it and added a nice buffet, but Jose Mourinho watched the game from Benfica's bus at the parking lot. അതായത് ബെർണാബ്യൂവിൽ നമ്മൾ മൊറീഞ്ഞോ വന്ന് അവിടെ ഇരുന്ന് കളി കാണും എന്ന് കരുതിയെങ്കിൽ അത് സംഭവിച്ചില്ല. ആ VIP ബൂത്തിലേക്ക് അദ്ദേഹം വന്നില്ല, മറിച്ച് കളി കണ്ടത് പാർക്കിംഗ് ലോട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ ആ അത്തരം സൗജന്യവും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന നിലപാടാണ് മൊറീഞ്ഞോ എടുത്തത് എന്ന് വേണം കരുതാൻ. അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയും ചെയ്തില്ല. അത് റെഡ് കാർഡ് കിട്ടിയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ് എന്ന കാര്യം കൂടി ഓർക്കണം. എന്തായാലും സംഗതി അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ ബെൻഫിക്കയും റയലും എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.